മൊബൈലിനകത്ത് പടം എടുത്തിട്ടും കുത്തി കുത്തി വെക്കും. അവർക്ക് കണക്കിന് അറിയത്തില്ല, കാര്യം അറിയത്തില്ല. അത് ചെയ്യുന്ന സാധനം കറക്റ്റായിട്ട് കമ്പ്യൂട്ടർ സാധനമൊന്നും അതിനകത്ത് കയറത്തില്ല. സർക്യൂട്ട് വെക്കും. സർക്യൂട്ട് അവിടെ തെറ്റി കഴിയുമ്പോഴാണ് നിങ്ങൾ ഈ കാശും മേടിച്ച് അവിടെ കൊണ്ട് 3 ദിവസം പോയിട്ട് കത്തിപ്പോളും. അത് ഇലക്ട്രിക്കല് വർക്ക് തുടങ്ങിയിട്ട് 10-25 വർഷം കഴിഞ്ഞ് 10-30 കൊല്ലമായി സർവീസിൽ ഇരിക്കാൻ തുടങ്ങി ഈ കട തുടങ്ങിയിട്ട്. അത് ഇതിനകത്ത് മോട്ടോർ വൈൻഡിങ് എന്ന് പറയാം. റീവൈൻഡിങ് ആണ് നമ്മൾ അതിനായിട്ട് ഉദ്ദേശിക്കുന്നത്. റീവൈൻഡിങ് കോയില് രണ്ടാമത് ചെയ്യുന്നത്. മോട്ടോർ, ഫാൻ, മിക്സ്, സെൽഫ് മെമ്പ്, ജിൽക്കി മോട്ടർ എല്ലാം ചെയ്യും. ഇതെല്ലാം ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന ഓൾറെഡി ഉള്ളതാണ്. ഇതിപ്പോ ഫാനാണ്, ഹെവിയായിട്ടുള്ള ഫാനാണ്. റീവൈൻഡിങ് ഇതാ ചെയ്തോണ്ടിരിക്കുന്നത്. കോയില കോപ്പർ വൈൻഡിങ് ഇപ്പൊ പൊതുവെ കുറവാണ്. ഇത് സമയം കാര്യമൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുന്ന വർക്കാണ്. അത് കാരണം ഈ ഫീൽഡിൽ ആള് കുറവാണ്. ഇപ്പൊ എല്ലാവരും റെഡിമെയ്ഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ചെയ്യുന്നവരുടെ എപ്പോഴും ആൾക്കാർ വന്നിട്ടേയിരിക്കും. ഭയങ്കര ബുദ്ധിമുട്ടുള്ള വർക്കാണ്. ക്ഷമ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഏറ്റവും വേണം, അല്ലാതെ ചെയ്യാൻ പറ്റും. ക്ഷമയും വേണം, തലക്കാലത്ത് കൊണ്ടെങ്കിലും വേണം, അല്ലെങ്കിൽ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അറസ്റ്റുള്ള വർക്കാണ്. നമ്മളിപ്പോ സാധാ ആഫക്റ്റീവ് മോട്ടറും മറ്റുള്ളതാണെങ്കിൽ തന്നെ പിന്നെ 24 മണിക്കൂറിനാണ് സാധനം റെഡി ആയി കൊടുക്കും. പക്ഷെ പൈസ മുൻകൂർ തന്നിരിക്കണം, അല്ലെങ്കിൽ സാധനം തന്നിരിക്കും. അതിന് ഗ്യാരണ്ടി വേണം. റീവൈൻഡിങ്ങിന് ഗ്യാരണ്ടിയാണ്. മറ്റുള്ള റെഡിമെയ്ഡ് സാധനം വാങ്ങിക്കുന്നത്, ഇപ്പൊ സാധനം മറ്റുള്ള സാധനം എന്ന് പറഞ്ഞാൽ റെഡിമെയ്ഡ് സാധനം വാങ്ങിച്ചത് അത് പൈസ ഉണ്ടെങ്കിൽ 1/2-3 മണിക്കൂറിനാണ് സാധനം മതി. സീലിംഗ് ഫാൻ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ, സീലിംഗ് ഫാനും അങ്ങനെയുള്ള ഐറ്റംസ് ആണെങ്കിൽ 2-3 മണിക്കൂറിനാണ് സാധനം ഉണ്ടാക്കി. താമസമൊന്നുമില്ല, ഇവിടെ താമസമൊന്നുമില്ല. അത് തന്നെ ഇപ്പം ചെയ്തോണ്ടിരിക്കുന്നു. ഇപ്പൊ രാവിലെ തുടങ്ങാണ്. ഇതിപ്പോ പിന്നെ ഒരു 4 മണിയാകുമ്പോഴേക്കും വരും. ഇതിനകത്ത് തന്നെ കോയിലാണ് കണ്ടത്. ഇത് ഇത്തിരി പാടാണ് ഇതെല്ലാം ചെയ്തെടുക്കാൻ. പിന്നെ വെള്ളത്തിലിടുന്ന മോട്ടറും എല്ലാം ചെയ്യുന്നുണ്ട്. ഹെവി ആയിട്ടുള്ള സാധനങ്ങൾ തയ്യൽ മെഷീന്റെ വലിയ ജിൽക്കി മോട്ടറും എല്ലാം ചെയ്യുന്നുണ്ട്. ഫാനൊക്കെ മോട്ടോർ സിസ്റ്റം ഒക്കെ ആണ് ഈ കിടക്കണല്ല. ഇത് വെള്ളത്തിലിരുന്ന മോട്ടറുകളാണ്. ഇതൊക്കെ വെള്ളത്തിൽ കിടക്കുന്ന മോട്ടറുകളൊക്കെ. അത് ചെറുതായിട്ട് എല്ലാം ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും ചെയ്യുന്നുണ്ട്. കാശുണ്ടെങ്കിൽ പണി പെട്ടെന്നാകും, കാശില്ലെങ്കിൽ മൂലക്ക് കിടക്കും. ഇത്രേ ഉള്ളൂ. ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മള് സാധനങ്ങളെല്ലാം മാറ്റിയിട്ടേ ചെയ്യത്തുള്ളൂ, അല്ലാതെ എത്തിച്ചുള്ള പണി നോക്കിയില്ല. അത് കാരണം കാശ് പറയും, കാശുണ്ട് പണി ചെയ്യും. അതെ നമ്മള് കൊടുക്കും. മിക്സി സാധനം എല്ലാം 1-2 മണിക്കൂറിനാണ് മിക്സിയൊക്കെ കൊടുക്കും. മൊത്തത്തില് സാധനമാണ് കിടക്കുന്നത്. ഇതൊന്നും അല്ല, പിന്നെ വീട്ടിലും വർക്കുണ്ട്. പിന്നെ വേറൊരു ഷോപ്പ് കൂടെ ഉണ്ട്. ഇവിടെ സഹകരണ ഹോസ്പിറ്റലില്ലേ, അവിടുന്ന് തെക്കോട്ട് പോകുമ്പോ കേരള അവിടെ 3 കട ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ ഒരു കട സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കേരളത്തിന് വയ്യാത്തതുകൊണ്ട് അത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചു. റെയിൽവേയുടെ വർക്കുണ്ട്, പോപ്പിയുടെ വർക്കുണ്ട്. ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ആലപ്പുഴയിലെ ഇവിടുത്തെ വർക്ക് റെയിൽവേയുടെ ഞാനാ ചെയ്തിട്ടുണ്ട്. അറിയില്ല, ഇല്ല.